അഭിമന്യ കക്കാട് രാജപ്പൻ മാരാർ, കരകുറ രാമചന്ദ്രൻ നായർ, വിശിഷ്ടാതിഥി രാജ്കുമാർ കാമ്പ്രത്ത്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ അധ്യക്ഷൻ അഭിമന്യ സെലിയസ് മെത്രാപ്പോലീത്ത അവരുടെ, സ്വാമി നന്ദാജ്ഞാനന്ദ അവർ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രം അതിൻ്റെ ദ്രവ്യ കലശവും ക്ഷേത്രോത്സവ പരിപാടികളുടെ കലാപരിപാടികൾക്ക് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന സുന്ദരമായ ഒരു വേദിയിലാണ് നമ്മളൊക്കെ ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. കുന്നംകുളത്തെ പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ ഏറെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മഹാഗണപതി ക്ഷേത്രം പലപ്പോഴും ക്ഷേത്ര അധികാരികളെ കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ക്ഷണം സ്വീകരിച്ചിവിടെ ഇന്ന് എത്തുവാൻ സാധിച്ചു. അതിലേറെ സന്തോഷമാണ്. ഇത്തരം ഉത്സവങ്ങൾ നാടിൻ്റെ ഏറ്റവും വലിയൊരു ചൈതന്യമാണ്. നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്നുള്ളത് ചേർന്നിരിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരാകുന്നു എന്നുള്ളതാണ്. ചേർന്നിരിക്കാൻ ഒരു ഇടം എന്നുള്ളത് എക്കാലത്തെയും ഒരു ആവശ്യമാണ്. പഴയകാലത്ത് ആൽത്തറകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിരുന്നു പീടിക കൊലായില് അവിടെ ചമ്പ്രം പണിഞ്ഞിരുന്നു കൊണ്ടുള്ള ആളുകളുടെ ആ ഒരു കൂട്ടായ സംസാരങ്ങൾ. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ അന്യോന്യം വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ പങ്കുവെക്കുവാൻ നമുക്ക് സാധിച്ചിരുന്ന കാലങ്ങളായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ തിരക്കുകൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ചേർന്നിരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോവുക. അവിടെയാണ് ക്ഷേത്രോത്സവങ്ങളായാലും പള്ളി പെരുന്നാളുകളായാലും അതുപോലെ തന്നെ പള്ളികളിലെ നേർച്ചകളായാലും അവിടെ എല്ലാവർക്കും ചേർന്നിരിക്കാനും പരസ്പരം ഹൃദയപൂർവം പങ്കുവെക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓരോ മതവും എപ്പോഴും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. മനുഷ്യ സ്നേഹത്തെയാണല്ലോ എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മതങ്ങള് ഏറ്റുമുട്ടുവാൻ എവിടെയും പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മത നേതാക്കളെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു മത നേതാവും ഒരു മതപണ്ഡിതനും, മതം പഠിച്ച ഒരു പണ്ഡിതനും മറ്റൊരു മതത്തെയും കുറ്റം പറയുകയില്ല. പരസ്പരം ആദരവോടെയാണ് അവര് കാണാറുള്ളത്. അവർ വാക്കുകളിലായാലും പെരുമാറ്റങ്ങളിലായാലും പരസ്പരമുള്ള ആദരവ് എപ്പോഴും പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മതപരമായിട്ടുള്ള വിജ്ഞാനം അവർക്ക് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. മതം പഠിപ്പിക്കുന്ന അറിവുകൾ, ആ അറിവുകളിലൂടെ അവര് സഞ്ചരിക്കുന്നു. ആ അറിവ് സ്നേഹത്തിന്റെ അറിവാണ്, സാഹോദര്യത്തിന്റെ അറിവാണ്, സഹവർത്തിത്വത്തിന്റെ അറിവാണ്. അപ്പൊ ആ അറിവ് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന അറിവാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ പലപ്പോഴും അകൽച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും.
അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ് എന്ന് നമുക്ക് അനുഭവങ്ങൾ പഠിപ്പിച്ചു തരും. അകന്നിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. അകന്നിരിക്കുമ്പോൾ മറ്റവനെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്നായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും തോൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ തോൽവിയാവുന്നു. ആ ചിന്തിക്കുന്ന വ്യക്തിയുടെ മാത്രമായിരിക്കുകയില്ല. എല്ലാവരും അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് എല്ലാ വ്യക്തികളുടെയും തോൽവിയാവുന്നു, അത് സമൂഹത്തിന്റെ തോൽവിയാവുന്നു. ആ തോൽവി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ തോൽവിയാവുന്നു. ഇന്ത്യയിലാകുമ്പോൾ അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ തോൽവിയായി മാറുന്നു. നമ്മുടെ രാഷ്ട്രം ആർഷഭാരത സംസ്കൃതിയുടെ നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിൽ തിളങ്ങി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയുടെ ആർഷഭാരത സംസ്കൃതി എന്നുള്ളത്. അത് ലോകോത്തരമാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അത് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. പരിമിതമാണ് ആ രാജ്യങ്ങളുടെയൊക്കെ സാംസ്കാരികമായ വ്യാപ്തി എന്നുള്ളത്. എന്നാൽ 5000 വർഷത്തിന്റെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള വ്യാപ്തി അത് തലമുറകൾക്ക് അതീതമാണ്. അതിന്റെ വ്യാപ്തി നമുക്ക് എണ്ണി നിർണയിക്കാൻ തന്നെ സാധിക്കില്ല, അതിന്റെ വിശാലത. അപ്പൊ അത് ജനങ്ങൾ പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും ജീവിക്കുവാൻ തയ്യാറാവുകയും എന്നുള്ളത് കൊണ്ടാണ്. നൂറ്റാണ്ടുകൾ വൈദേശിക ആധിപത്യത്തിന്റെ നുകത്തിന് കീഴിൽ കഴിയേണ്ടി വന്നിട്ടുള്ളവരാണ് ഇന്ത്യ. ആ വൈദേശിക ആധിപത്യത്തെ ചോര ചിന്താതെ തന്നെ നമുക്ക് തോൽപ്പിച്ചു. ആ വൈദേശിക ആധിപത്യത്തെ നമുക്ക് ഇവിടെ നാട് കടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഇന്ത്യയിലെ ജനങ്ങൾ ജാതി മത ഭേദമന്യേ അവർ കാഴ്ചവെച്ച ഒരുമയുടെ ദേശീയ സംസ്കാരം, ഒരുമയുടെ ദേശീയ സംസ്കാരം. ഇന്ത്യയുടെ സംസ്കാരം അതാണ്. ഒരുമയുടെ ദേശീയ സംസ്കാരം, ഇന്ത്യയുടെ ദേശീയത എന്നുള്ളതാണ്. അത് ഒരുമയുടെ ദേശീയതയാണ്. ഗാന്ധിജിയും നെഹ്റുവും മൗലാന ആസാദും അവരെല്ലാം നമുക്ക് കാഴ്ചവെച്ചത് ഒരുമയുടെ ദേശീയ സംസ്കാരത്തെയാണ്. മതങ്ങൾ കൊണ്ട് ഇന്ത്യ ഏറെ സമ്പന്നമാണല്ലോ. ആ മതപരമായിട്ടുള്ള ആത്മീയ ബോധം അതാണ് ആ ദേശീയ സംസ്കാരത്തിന് രൂപം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിദേശികളെ തോൽപ്പിച്ച് നാട് കടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. അത് പുതിയ കാലഘട്ടത്തിലും ഒരുമയുടെ ദേശീയ സംസ്കാരത്തെ തന്നെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. ഓരോ മതവും നമ്മുടെ ആവശ്യപ്പെടുന്നത് തന്നെയാണ്. പരസ്പരം സ്നേഹിക്കാനും സഹവസിക്കുവാനും സഹവർത്തിത്വം പുലർത്തുവാനും ആണ് ഹിന്ദുമതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, ക്രൈസ്തവ മതമാവട്ടെ, ബുദ്ധ ജൈന സംസ്കാരങ്ങളാകട്ടെ, സിഖ് സമൂഹങ്ങളാകട്ടെ, അവരെല്ലാവരും ആവശ്യപ്പെടുന്നതാണ് ഒരുമയുടെ സംസ്കാരത്തെയാണ്. ആ ഒരുമയുടെ സംസ്കാരത്തെ നിലനിർത്തുവാനും അതിനെ കൂടുതൽ തിളക്കമാർന്ന രീതിയിൽ പുതിയ തലമുറക്ക് കാഴ്ചവെക്കുവാനും ഇതുപോലെയുള്ള ക്ഷേത്രോത്സവങ്ങൾ, ഇതുപോലെയുള്ള മറ്റ് ചേർന്നിരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇതുകൊണ്ടൊക്കെ സഹായകരമാകും. ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഇതിലേക്ക് വരാൻ ക്ഷണിക്കപ്പെട്ടതിലുള്ള എൻ്റെ അഗൈതവമായ പ്രതിജ്ഞത രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.